ഇക്കൊല്ലത്തെ ആദ്യത്തെ നോമ്പോറ ഈജിപ്തിലെ അസർ പള്ളി. എന്തെല്ലാം ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത് കാണിച്ചാൽ ക്യൂ കണ്ടിട്ടുണ്ടല്ലോ. നാളെ വന്നിട്ടും റൂമിൽ നോമ്പ് കുറിച്ചാലോ തോന്നിപ്പോ അമ്മാതിരി ക്യൂ. ഇങ്ങനെ പോയിരുന്നു വളഞ്ഞ് വരണോ അമ്മാതിരി ക്യൂ ആണ്. വൻ ഷൂട്ടിങ്, കാലിപ്പട്ടി എടുത്ത് ആക്ടിങ്. അസറിനെ പള്ളിയിൽ വന്നിട്ട് ഇരുന്നിട്ട് ക്യൂ നിന്നിട്ട് കയറിയതാ. ഒടുക്കത്തെ തിരക്ക്, വലിയ ക്യൂ. ബാങ്ക് കൊടുക്കാൻ ഇനിയും 1 മണിക്കൂർ ബാക്കി. ബലൂണിലുണ്ടല്ലോ എന്നാമ്പോ ഈ വേളയിൽ നിനക്കെന്താ പറയാനുള്ള? തണുക്കുന്നുണ്ടാ? നല്ല കാറ്റുണ്ടോ, തണുത്ത കാറ്റ്. ഇനി 10 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. നോമ്പ് തുറക്കാൻ എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ ഐസ് ഉണ്ട്. ഐസ് തന്നതിന് പറയില്ല, കുബൂസ് പോലത്തെ സാധനം. പിന്നെ സാലഡ് ഉണ്ട്, പിന്നെ റൈസ്, ചിക്കന്, പിന്നെ എന്താ കബാബ് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. പിന്നെ ഒരു പേരക്ക വെള്ളമുണ്ട്, പിന്നെ ഈ തപ്പയം. അറിയോ ഇന്റെ സാധനം മാറ്റാനുള്ള ഒരു കഷ്ണം ഐസ് എടുക്കാം, കബാബ് എടുക്കാൻ ഇങ്ങനെ ചുട്ടാം. ഒരു കഷ്ണം സാലഡും വെച്ചോ. മൂടാം, ഭയങ്കര ഉപ്പ്. അതല്ല, നല്ല ആംബിയൻസ്. നോമ്പ് കുറിക്കുമ്പോൾ തന്നെ ഹാഫ് അൽഫാം. നിനക്ക് ഉണ്ടാക്കാറിയോ? ഫുഡ് ഉണ്ടാക്കാറിയോടാ? മെയിൻ ഷെഫാ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്നാ? അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി മക്രോണി. നല്ല ബെസ്റ്റ് ഇത് കാശ്മീർ വാങ്ങിയതല്ലേ? ഇപ്പൊ ഉണ്ടല്ലേ ഇത്? വേർപ്പെട്ടില്ലേ? ഏതാ തണുപ്പ് മക്രോണൊക്കെ. എടാ മോളിക്കാക്കട സ്വിച്ച് എന്നിട്ട് മക്രോണി മാറ്റാ. മക്രോണി മറ്റേ പാസ്ത. പാസ്ത നമുക്ക് മക്രോണി നമ്മുടെ നാട്ടിൽ വളയൂലേ? വളവുണ്ടാവൂലേ? സ്ട്രൈറ്റ് ആട്ടോ, സാധനം സ്ട്രൈറ്റ്. ഒന്ന് കാണിച്ചു കുറച്ച്. ഗായ്സ്, ഇവിടുത്തെ മക്രോണി സ്ട്രൈറ്റ് ആണ് ഗായ്സ്, നമ്മുടെ വളഞ്ഞിട്ടുള്ളേ. എന്റെ നാട്ടിലേക്ക് എത്തിയാ? രണ്ട് മുട്ട വേണം. നമ്മളൊരു പെണ്ണിന്റെ ഷോപ്പുണ്ട്, അമ്മച്ചിന്റെ ഷോപ്പാണ് പെണ്ണ്. ഗൈസ്, അങ്ങനെ നമ്മള് മുട്ട വാങ്ങാൻ വേണ്ടി പോവുകയാണ്. മക്രോണി ഉണ്ടാക്കുന്നതിനിടയ്ക്ക് മുട്ട കഴിഞ്ഞു. അപ്പൊ നമ്മൾ മുട്ട കഴിച്ചു അങ്ങനെ പറയാം. എന്തിനു വേണ്ടിയിട്ട്? മുട്ട വാങ്ങാൻ വേണ്ടിയിട്ട്. എന്തിനു മുട്ട വാങ്ങുന്നു? മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓള് കൂട്ടിയായിരിക്കോ? ഇല്ല, ഓളി റമദാനായിട്ട് രാവിലെ ഉറക്കും രാത്രി ഉറക്കല്ലോ. രാവിലെ ഉണ്ടായില്ല. ഈ പുള്ളറുണ്ടല്ലോ, ചൊറ പിടിച്ച പുള്ളറാണ്. വീട്ടിൽ പുള്ളർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയ ടീമാ. പോകുമ്പോ പടക്കം കാൽമേൽ എറിയുക, മുട്ടി എടുത്തിട്ട് തലക്കറി ഇട്ടേന്ന് വെക്കുക. അലമ്പ് സൈക്കോ പുള്ളർ. എല്ലാ പിടിയിലും പടക്കം ഉണ്ട് പുള്ളർക്ക്, ആളെ കാലിൽ നിന്ന് വിളിക്കാൻ. ഗൈസ്, ഇവിടുത്തെ മുട്ടക്ക് ബലമില്ല, വേഗം പൊട്ടുന്നു. 3 മുട്ട എടുത്ത് 3 പൊട്ടി. തട്ടേ പൊട്ടുന്ന മേടിച്ച് ഇങ്ങനെ ഗൈസ്, അതുപോലെ തന്നെ വേറെ സാധനം കാണിച്ചാൽ ഇവിടുത്തെ 10 റുപ്യക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പിടിക്കേ 10 റുപ്യ പിടിച്ചാൽ 10 റുപ്യ. ഇത് പണ്ടേ എല്ലായിടത്തും ഇറങ്ങിയതാ. പ്ലാസ്റ്റിക് ഇത് 10 റുപ്യ ഒക്കെ സീനല്ലേ? ഇങ്ങനെ ഇതെല്ലാം ഉണ്ട്. ഇപ്പുറത്ത് നോക്കി അപ്പുറം കാണാം. അങ്ങനത്തെ 10 റുപ്യ ഇപ്പുറത്ത് നോക്കി അപ്പുറം കാണുന്നേ സീൻ സാധനം. ഇന്നെന്തോ ആ പെണ്ണെന്തോ പറഞ്ഞിട്ടാ, അറബിയാലയത്തോടൊന്നും തീരട്ടില്ല. പറഞ്ഞ് അവള് ഉമ്മയിലുണ്ടായിരുന്നു. പക്ഷെ ഞാനെന്ന് പറയണ്ടേ, മാഫി മുഷ്കിൽ എന്ന് പറയേണ്ടി വരും. വേറെ ഒന്നും അറിയല്ല. ഹല്ലി ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ഓളെ പിടിയാന്ന് പറയാം. ഹയാക്കല്ല പറഞ്ഞോ അതിനല്ലേ? ഹയാക്കല്ല പറഞ്ഞേ, ശുക്രൻ ഹയാക്കല്ല എല്ലാം പറഞ്ഞു. അപ്പൊ അടുത്ത ആയാലും അടി. മുട്ടക്കെന്നാലല്ലേ? 2 ഇത് 2 ബീല് മുട്ടയുടെ ഇതൊന്നും എനിക്കറിയില്ല. എത്ര അറബി കോളേജിൽ പഠിച്ചിട്ട്